ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇനി നിന്നെ കാണാൻ ഇവിടെ ആര് വരുമെന്ന് ഞങ്ങളും നോക്കട്ടെ. വാടാ. അമ്മ ഇതുവരെ കിടന്നില്ലേ? നീ വരാതെ ഞാൻ കിടക്കോ ഹരിക്കുട്ട? കിടന്ന ഉറക്കം വരൂ എനിക്ക്. നീ പോയ കാര്യം എന്തായി? വക്കീലിനെ കണ്ടോ? കോടതി പോയി ഒന്നുകൂടെ ജാമ്യം എടുക്കണം വക്കീല് പറയുന്നത്. ജാമ്യം കിട്ടുമോ മോനെ? ജാമ്യം കിട്ടിയേക്കും, പക്ഷെ കേസ് തീരുന്നവരെ കോടതി വരാൻ നിരങ്ങണം. അതാ ഇപ്പൊ ബുദ്ധിമുട്ട്. എന്നാലും ശിക്ഷ കിട്ടാതിരുന്നാ മതിയെന്നേ ഉള്ളൂ എനിക്ക്. എന്റെ മോൻ ഇനിയും ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നാ എന്റെ പേടി. ഒരു DYSP ഇപ്പൊ എൻക്വയറി നടത്തുന്നത്. എന്നെ അങ്കിളിനെയും കൊടുക്കാൻ അയാൾ മനഃപൂർവ്വം ശ്രമിക്കുമോന്നേ ഇപ്പോൾ സംശയമുള്ളൂ. അങ്ങനെ വല്ലതും സംഭവിക്കോ ഹരിക്കുട്ട? ഒന്നും പറയാൻ പറ്റില്ലമ്മേ. ആദ്യം കേസ് അന്വേഷിച്ച SI നമുക്കെതിരായിട്ടാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് കേസ് അന്വേഷിച്ച ആ CI ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അയാളെ സ്ഥലം മാറ്റിയില്ലേ? അതുകൊണ്ട് ചിലപ്പോ തെളിവും സാക്ഷികളും ഒക്കെ മാറി മറിഞ്ഞെന്ന് വരും. അല്ലടാ ഹരിക്കുട്ട, ആ പെരുമ്പാവൂരുകാരനോ? അവനെതിരെ കേസൊന്നുമില്ലേ? അവൻ ഇതിന്ന് രക്ഷപ്പെടുവോ? അവൻ ചിലപ്പോ സാക്ഷിയായിട്ട് വന്നേക്കും. അയ്യോ, അതൊരു പ്രശ്നമാണല്ലോടാ മോനെ. അവൻ നിനക്കെതിരായിട്ടല്ലേ കോടതിയിൽ മൊഴി കൊടുക്കൂ? അതാ ഇപ്പൊ എന്റെ പേടി. കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാനാ? യഥാർത്ഥ പ്രതി നിരപരാധിക്കെതിരെ സാക്ഷിയായിട്ട് വരിക. ആ ഗായത്രി ഒരുത്തിയ ഇതിനെല്ലാം കാരണം. ഹാ, പകരം ചോദിക്കാൻ എന്തെങ്കിലും എനിക്കൊരു അവസരം കിട്ടും. കേസൊന്ന് കഴിയട്ടെ അമ്മേ. നമുക്കെതിരെ നിൽക്കുന്ന ഓരോരുത്തർക്കും പണി കൊടുക്കാം. ഹരീഷിനോടാ കളി. എന്നെ ഏതായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ദൃക്സാക്ഷികളില്ലാത്ത കേസായതുകൊണ്ട് ശിക്ഷ കിട്ടാൻ സാധ്യത കുറവാണെന്നാ വക്കീലും പറഞ്ഞത്. എടാ മോനെ, ചന്ദ്രേട്ടൻ എന്ത് പറയുന്നടാ? പാവം, നമ്മളെ സഹായിക്കാൻ വന്നോണ്ടല്ലേ ചന്ദ്രേട്ടനും കേസിൽ കുടുങ്ങിയത്. അങ്കിൾ ഇത്ര ടെൻഷനില്ല. അങ്കിളിന് ഈ കേസ് കോടതി നിന്നൊക്കെ കേട്ടാ പേടിയാ. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് അതല്ല. നിനക്ക് മാത്രം ഒരു ടെൻഷനും ഇല്ല ഹരീഷേ. കൊല്ലും കൊലയും പോലീസും കോടതിയും ജയിലും ഇതൊക്കെ പരിചയിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിയുമില്ല, ടെൻഷനും ഇല്ല. സ്ഥിരം കശാപ്പുകാർക്ക് ചോര കണ്ടാൽ പിന്നെ ഈ പറഞ്ഞ അറപ്പോ പേടിയോ വല്ല കുന്തോ ഉണ്ടോ? അതുപോലെ ഹരീഷ നീയും തെളിഞ്ഞു വരുന്നുണ്ട്. ഉത്സാഹിച്ചാൽ കൊലപാതകങ്ങൾക്കിടയിലെ 1ാം റാങ്കുകാരനാകാൻ പോലും നിന്നെ കൊണ്ട് പറ്റും. നിന്നെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്? എനിക്ക് എന്റെ അളിയനൊന്ന് അഭിനന്ദിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലമ്മേ. ഒന്നുമില്ലേലും ഞാനിവന്റെ വകയിലെ ഒരു പെങ്ങളുടെ ഭർത്താവല്ലേ. നീ അമ്മയുടെ നായരാണെങ്കിൽ എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. എന്റെ സ്വഭാവം മാറും. നിന്റെ സ്വഭാവം ഇതിൽ കൂടുതൽ എന്ത് മാറാനാ ഹരീഷേ? പൊന്നു മോനെ, തൂക്കേറി കിട്ടാനുള്ള തെളിവൊക്കെ നിനക്കെതിരെ ഇപ്പൊ തന്നെ പോലീസിന്റെ കയ്യിലുണ്ട്. എന്റെ മകന് ശിക്ഷ വിധിക്കാൻ നീ ആരാടാ? നീ എവിടത്തെ ന്യായാധിപനാടാ? ആരാച്ചരുടെ കയ്യിൽ നിന്ന് മകന്റെ ശവം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം അധികം വൈകാതെ നിങ്ങൾക്ക് കിട്ടിയേക്കും തള്ളേ. ഒന്ന് കരുതിയിരുന്നോ? പോണെന്റെ മുമ്പിൽ. ഓ, ഞാൻ പോയേക്കാം.
ഹലോ, ചെറിയമ്മയും മോളും കൂടി രാവിലെ എങ്ങോട്ടാ? ഒരു സവാരി ഗിരിഗിരി. ചോദിച്ച കേട്ടില്ലടി നായിന്റെ മോളെ, എങ്ങോട്ടാ പോകുന്നെന്ന്? പറയടി. പറഞ്ഞില്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങില്ല. ഞങ്ങൾക്ക് ഭക്ഷണം വരുത്തി കഴിക്കാനല്ലേ വിലക്ക്? ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിച്ചോളാം. ഓ, ഹോട്ടലിൽ പോയി ഭക്ഷിക്കാൻ പോവല്ലേ? അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞങ്ങൾക്ക് പട്ടിണി ഇരിക്കാൻ പറ്റില്ല. അയ്യോ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണെങ്കിൽ ഒരു ചെറിയ തടസ്സമുണ്ട്. എന്ത് തടസ്സം? ഞങ്ങളുടെ അനുവാദം. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയി അല്പം ഭക്ഷണം കഴിക്കാൻ എന്തായാലും എനിക്ക് നിങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. വാ പോവാം. പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ഞങ്ങളെ തടയരുത്. ശീതൾ വാ. നീ പോകുകൂടി ഞങ്ങളെ ധിക്കരിച്ച്. ഞങ്ങൾക്ക് പോയേ പറ്റൂ. മാറിക്കടി അങ്ങോട്ട്. ഇനി നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ ഇറങ്ങി പോടി. നിന്റെ ഈ ഡ്രസ്സ് ഞാൻ ഇവിടെ വെച്ച് വലിച്ചു കീറും. നീ തുണിയില്ലാതെ അകത്തോട്ട് ഓടി രക്ഷപ്പെടേണ്ടി വരും. കേറി ഓടി അകത്തോട്ട്. ഇന്നു മുതൽ നീയൊക്കെ വീട്ടു തടങ്കലില്ല. ഇനി നീ പുറലോകം കാണണമെങ്കിൽ കണ്ണുമടച്ച് ഞങ്ങളെ അനുസരിക്കുകയെ നിവൃത്തിയുള്ളൂ. നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. സദ്യ ഉണ്ണാൻ ഇറങ്ങിയിരിക്കുന്നു. ഒരുമ്പെട്ടവളവന്മാർ രണ്ടും കൂടി ഞങ്ങൾ ബാക്കിയുള്ളവരെ വെറും ഉണ്ണാക്കന്മാരാക്കല്ലേ. രണ്ടിനെയും കൊണ്ടുപോയി മുറിയിൽ അടച്ചേക്ക്. വടദേവ.
ആരും കാണാതെ ഇറങ്ങി പൊയ്ക്കളയാന്ന് വിചാരിച്ചു അല്ലേടി. നീയൊക്കെ ഇവിടെ കിടന്ന് നരയിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാണിച്ചു തരാം. നടക്കടി അങ്ങോട്ട്, നടക്കാൻ. നിനക്ക് ജോലി ചെയ്യാൻ വയ്യല്ലേ? നമസ്കാരം മാധവേട്ടാ. ആ രാമലക്ഷ്മണന്മാരെത്തിയോ? വാ വാ ഇരിക്കേ. എന്തൊക്കെയുണ്ട് ചെയ്യാ പുതിയ വാർത്തകൾ? ഓ, ഇനി എന്തെങ്കിലും വാർത്ത ഉണ്ടാവണമെങ്കിൽ മാധവേട്ടൻ കനിയണം. ഞാൻ എന്തിനും റെഡിയല്ലേ ജയ. പക്ഷേ തിരിച്ചിങ്ങോട്ടും ആ കനിവൊക്കെ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അത് ഞാൻ വാക്ക് തന്നിട്ടുള്ളതല്ലേ. സ്റ്റിയറിംഗ് ഞങ്ങളുടെ കയ്യിലോട്ടൊന്ന് വന്നോട്ടെ. ആ ഇപ്പൊ എന്താ പ്രശ്നം? നിയമപരമായിട്ട് ഞങ്ങൾ ഇപ്പോഴും നരേന്ദ്രൻ തമ്പിയുടെ സ്വത്തുവകകൾ നോക്കി നടത്തുന്ന വെറും നടത്തിപ്പുകാർ മാത്രമാണ്. അതിനൊരു മാറ്റം വരണ്ടേ മാധവേട്ട? നടത്തിപ്പുകാരുടെ സ്ഥാനം മാറ്റി ഉടമസ്ഥരാക്കണം അല്ലേ? അതായത് ഭരണകർത്താക്കൾ. മാധവേട്ടൻ നോക്കിയാലേ അതിന് പറ്റൂ. പക്ഷേ നിങ്ങളുടെ ഭരണം തുടങ്ങുമ്പോ കരം ഒഴിവാക്കി അടിയനെന്തെങ്കിലും പതിച്ചു തരണം. ആ, ഏറ്റെന്ന് പറഞ്ഞില്ലേ മാധവേട്ട? അങ്കിളിന്റെ സ്വത്തെല്ലാം ഞങ്ങളുടെയും അമ്മയുടെയും പേരിൽ എഴുതി വച്ചിട്ടുള്ള ഒരു വിൽപത്രം വേണം. എങ്കിലല്ലേ സ്വത്തുക്കൾ ഞങ്ങളുടേതായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്കിൾ മരിക്കുന്നതിന്റെ 1-2 മാസം മുമ്പ് എഴുതിയതായിട്ട് വരണം. ഇപ്പോൾ നിങ്ങളല്ലേ ഈ കമ്പനിയുടെ നടത്തിപ്പുകാര്? കമ്പനിയിൽ എവിടെയെങ്കിലും തമ്പി ഒപ്പിട്ട വല്ല രേഖയോ പേപ്പറോ ഒക്കെ കാണുമല്ലോ അല്ലേ? എനിക്ക് നരേന്ദ്രൻ തമ്പിയുടെ ഒപ്പിന്റെ അസലൊന്ന് കാണണം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല മാധവേട്ട. 1-9 വേണമെങ്കിൽ സംഘടിപ്പിക്കാം. ആ തമ്പി ഒപ്പിട്ട പഴയ മുദ്രപത്രങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രേഖ മതി. പക്ഷെ അതുകൊണ്ട് എങ്ങനെയാ ഒരു വിൽപത്രം ഉണ്ടാക്കുന്നത്? എടോ, തമ്പിയുടെ കയ്യൊപ്പ് അയാളിടുന്നതിനേക്കാൾ നന്നായിടുന്ന ബിരുദന്മാരുണ്ട്. അവരെ കൊണ്ട് നമുക്ക് സംഗതി ഒപ്പിക്കാം. ആ, എങ്കി അതാ മാധവേട്ടൻ നല്ലത്. സംശയമൊന്നും തോന്നുകയല്ലോ അല്ലേ? എവിടെ ആട്ടെ, എന്തൊക്കെയാ ഈ വിൽപത്രത്തിലുണ്ടായിരിക്കേണ്ട വ്യവസ്ഥകൾ? അമ്മൂനും ആ പൊട്ടിപ്പെണ്ണിനും ഒരു ചില്ലി തുട്ടുപോലും കിട്ടരുത്. ആ രീതിയിൽ വേണം എഴുതാൻ. ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും നീക്കി വയ്ക്കാതെ ആരെങ്കിലും വിൽപത്രം എഴുതുമോ ദേവാ? അത് വലിയ സംശയത്തിനിടയാക്കും. എങ്കി കല്യാണത്തിന് മുമ്പ് എഴുതിയതാണെന്ന് വരുത്തിയാലോ? അപ്പോ കല്യാണത്തോടെ പഴയ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ ദുർബലമായി പോവും. ഭാര്യയ്ക്ക് ന്യായമായ ഒരു ഓഹരി കിട്ടത്തക്ക വിധത്തിൽ കോർട്ടിന് പുറത്തു വെച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കോടതി തന്നെ ചിലപ്പോൾ ആവശ്യപ്പെട്ടെന്ന് വരും. അങ്ങനെ വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ അമ്മുവിന് കൊടുക്കേണ്ടി വരും. എങ്കിലൊരു കാര്യം ചെയ്യാം. പേരിന് എന്തെങ്കിലും ഒന്ന് അമ്മൂന് നീക്കി വെക്കാം. തിരുനെൽവേലിയിലെ തോട്ടവും ഫാം ഹൗസും അമ്മുവിന്റെ പേരിൽ എഴുതിയേക്ക്. അവിടുത്തെ സ്റ്റാഫ് മുഴുവൻ എന്റെ ആൾക്കാരാ. അമ്മു അങ്ങോട്ട് ചെന്നാൽ അവന്മാര് പറപ്പിച്ചോളൂ. ആ, അത് നല്ല ഐഡിയ. അമ്മുവിന് ഒന്നും കൊടുത്തില്ല എന്നുള്ള പരാതിയും തീരും. ഫലത്തിൽ അവക്കൊന്നും അനുഭവിക്കാൻ പറ്റാതെയും വരും. ശരി, ബാക്കി സ്വത്തുക്കൾ ആളുടെ പേരിൽ എഴുതണം. അത് കുറച്ച് അമ്മയുടെ പേരില്, കുറച്ച് വിജിതയുടെ പേരില്. വിജയേട്ടത്തിന്റെ പേരിൽ എന്തിനാ എഴുതുന്നേ? അമ്മയ്ക്കും 2 ആൺമക്കൾക്കും അല്ലേ അങ്കിളുമായിട്ട് രക്തബന്ധമുള്ളൂ. അമ്മൂന് കൊടുത്തതിന്റെ ബാക്കി സ്വത്ത് അമ്മയ്ക്കും 2 ആൺമക്കൾക്കുമായി തുല്യമായി വീതിക്കുക. അതല്ലേ അതിന്റെ ന്യായം? എടാ, ഇത് നിങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ശരി, 3 ഭാഗിക്കുന്നെങ്കിൽ അങ്ങനെ ആ രീതിക്ക് ഒരു വിൽപത്രം തയ്യാറാക്കണം. അത് ഞാൻ ഏറ്റു. നിങ്ങൾ ആദ്യം തമ്പിയുടെ കയ്യൊപ്പിന്റെ ഒരു സാമ്പിൾ കൊണ്ടുവാ. അത് നാളെ തന്നെ എത്തിക്കാം അല്ലേ ദേവ? അമ്മേ, അമ്മേ, അമ്മയ്ക്ക് ഫോൺ. ആരാടി? അറിയില്ല. ഹലോ ഹലോ, ആരാ? സുധർമ്മയല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ നരേന്ദ്രന്റെ ചേച്ചിയാ. എന്റെ സ്വരം കേട്ടിട്ട് പിടികിട്ടിയില്ലേ? ഹ, അയ്യോ ഇല്ല കുഞ്ഞമ്മേ, അങ്ങനെ വിളിയും പറച്ചിലൊന്നും ഇല്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ സുധർമ്മയ്ക്ക്? ഓ, ഇവിടെ എന്ത് വിശേഷം? വിശേഷങ്ങളൊക്കെ അവിടെയല്ലേ. ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. അമ്മുവിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണ്ടേ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, നീയാണല്ലോ അവളെ നരേന്ദ്രന് കെട്ടിച്ചു കൊടുത്തത്. നരേന്ദ്രൻ മരിച്ചു പോയില്ലേ? ഇനി അവളെ എന്തിനാ ഇവിടെ താമസിപ്പിക്കുന്നേ? അവള് ചെറുപ്പമല്ലേ. ഇനിയാണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള പ്രായമേ ഉള്ളൂ. വെറുതെ വിധവയായിട്ട് ഇവിടെ തന്നെ ജീവിച്ച് ജീവിതം പാഴാക്കി കളയണോ? അല്ല, കുഞ്ഞമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല.
അല്ല, അവളെ അങ്ങോട്ട് തിരിച്ചയച്ചേക്കട്ടെ. നിനക്ക് അടുക്കളപ്പണിക്കൊക്കെ ഒരു സഹായമാവും. അയ്യോ, ഇവിടെ വേണ്ട കുഞ്ഞമ്മേ. ഇവിടെ ഒരു വിധവയുണ്ട്. വേറൊരുത്തി ബന്ധം പാതി പിരിഞ്ഞു വന്ന് നിൽക്കുക. ഇനി അവളും കൂടി വന്ന വിധവകളുടെ സംസ്ഥാന സമ്മേളനം ആവും ഇവിടെ. ഞങ്ങൾക്കിപ്പോ ഇവിടെ അമ്മുനെ താമസിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നരേന്ദ്രനുമായിട്ടുള്ള ബന്ധത്തിൽ പിള്ളാരും പെറുങ്ങണിയൊന്നും ഇല്ലല്ലോ. സാധാരണ ഭർത്താവ് മരിച്ച പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പതിവ്. അവൾക്ക് സ്വന്തം വീടില്ലല്ലോ കുഞ്ഞമ്മേ. ഇത് എന്റെ വീടാ. എന്റെ മോളായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ. അങ്ങനെ ഒരുത്തി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, പെരുമ്പാവൂര് കൊണ്ടുപോയി വിട്. അവിടെ അമ്മുന്റെ അമ്മാവനുണ്ട്, അച്യുതക്കുറുപ്പ്. അവൾ ആ വീട്ടിലാ വളർന്നതും അഭ്യാസങ്ങളൊക്കെ പഠിച്ചതും. അവരവളെ തിരിച്ചെടുക്കുവോ? അറിഞ്ഞൂടാ. അവർക്ക് അവളെ വേണ്ടഞ്ഞിട്ട് ഒരു തവണ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയതാ. പിന്നെ അവർ ഈ വഴിക്ക് വന്നിട്ടില്ല. അവിടെ ഒന്നും ഞങ്ങൾക്കൊരു പരിചയവും ഇല്ല. അവരെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കാ നാണക്കേട്. ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? എന്നോട് ചോദിക്കണ്ട. കുഞ്ഞമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഞങ്ങൾ ചിലപ്പോ ഇവിടുന്ന് ഇറക്കി വിടും. അന്നേരം ഞങ്ങളോട് വഴക്കിന് വരരുത്. ഓ, ഒരിക്കലും ഇല്ല കുഞ്ഞമ്മേ. അത് മാത്രമല്ല, വളരെ സന്തോഷമാണ് താനും. പിന്നെ കുഞ്ഞമ്മേ, നരേന്ദ്രന്റെ സ്വത്തൊക്കെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയോ? ആ, പിള്ളേരേതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അധികം താമസിയാതെ മാറ്റൂന്നാ പറഞ്ഞേ. അത് മാറ്റി കഴിയുമ്പോ ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പ്രമാണമൊക്കെ ഇങ്ങ് തിരിച്ചു തന്നേക്കണേ. അത് നിങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പിള്ളേര് പറയുന്ന കേട്ടു. തരുവായിരിക്കും. 1.5 കോടി രൂപ ലോൺ എടുത്തിട്ടില്ലേ? അത് ഞങ്ങള് പതുക്കെ പതുക്കെ അങ്ങ് അടച്ചു തീർത്തോളാം. ആ, ശരി. എന്നാ വെച്ചേക്കട്ടെ. അമ്മുവിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ആ, ശരി കുഞ്ഞമ്മേ. എന്താണ് വിളിക്കുന്നേ? അല്ല, പ്രോപ്പർട്ടിയുടെ പ്രമാണമൊന്നും തിരിച്ചു കിട്ടത്തില്ലമ്മേ. അത് നീയാണ് നിശ്ചയിക്കുന്നത്. നരേന്ദ്രൻ തമ്പി ആരാ മോൻ? നിങ്ങളും നിങ്ങളുടെ മോനും അയാളുടെ പെങ്ങളും അവരുടെ മക്കളും ഒക്കെ മനസ്സിൽ കണ്ടത് മാനത്ത് കണ്ടിട്ട് അയാൾ ഒരു പോക്ക് പോയത്. ഓ, നീയായിരുന്നു തമ്പിയുടെ ADC. കളിയാക്കൊന്നും വേണ്ട. എനിക്കും ചിലതൊക്കെ അറിയാന്ന് വെച്ചോ. ഒന്ന് നിന്നേ. നിനക്ക് അറിയാവുന്നതൊക്കെ നിന്റെ മനസ്സിലിരുന്നാ മതി. ഇങ്ങോട്ട് വിളമ്പണ്ട. ഒരു കൊച്ചു കാര്യം പറഞ്ഞോട്ടെ. പണയം വെച്ച പ്രമാണം തിരികെ വാങ്ങുന്നതിന് മുമ്പ് മകനെ വിളിച്ച് 2 സംഗതികൾ ചോദിക്കണം. 1, തമ്പി ചത്തെന്ന് ഉറപ്പാണോടാ മോനേന്ന്. 2, തമ്പിയെ കൊല്ലാൻ അവൻ നിയോഗിച്ച വാടാകൊലയാളി ജീവിച്ചിരിപ്പുണ്ടോ ചക്രക്കുട്ടാന്ന്. ദേ, ഇതും കൂടെ. ആഹാ, ഇതുവരെ തീർന്നില്ലേ? ഒന്ന് സ്പീഡില് ചെയ്യടി. മെയ്യ് അനങ്ങി ജോലി ചെയ്യണം. ഇതുവരെ അനങ്ങാതിരുന്ന വെണ്ണയൊക്കെ ഒന്ന് ഉരുകട്ടെ. ആ, ചെയ്യടി. ഇത്ര നാളും ഞങ്ങള് നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തന്നതല്ലേ? അതിന്റെ പകരം വീട്ടിലാണെന്ന് കരുതിയാ മതി. നീയും നിന്റെ ചെറിയമ്മയും കൂടെ കുറെ മസിൽ പിടിച്ചതല്ലേ? ഇപ്പൊ എവിടെ പോയി രണ്ടിന്റെ മസിലും 6 പാക്കും ഒക്കെ? ഞങ്ങളെ തോപ്പിക്കാന്ന് വിചാരിച്ചു നീയൊക്കെ അല്ലേ? പറയുന്ന ജോലി ചെയ്ത് അനുസരണയോടുകൂടി ജീവിച്ചാൽ വല്ലതും തിന്നുകുടിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാ. നിനക്ക് മാത്രല്ല, നിന്റെ ചെറിയമ്മയ്ക്കും അതേ പറഞ്ഞിട്ടുള്ളൂ. ചട്ടുകാലം വെച്ചോണ്ട് അവൾ എവിടെ പോവാനാ? പോയാ തന്നെ കൈ നീട്ടി സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിന്റെ കാര്യമോ ഇതിലൊക്കെ കഷ്ടം. ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാത്ത നീ പുറത്തോട്ടിറങ്ങിയാലത്തെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറയണോ?
പിറ്റേ ദിവസം നിന്റെ ശവം വല്ല കായലിലോ കയത്തിലോ ഒങ്ങും. അയ്യോ, ഓരോന്ന് താഴെയിട്ട് പൊട്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം? അടിച്ച് ചെകിട് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. അങ്ങോട്ട് കഴുകടി.